അഘോരികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണ് അഘോരികൾ. ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. സന്യാസ നിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ. അഘോരികൾ അപാരമായ മാനസിക ശക്തിക്ക് ഉടമകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ അങ്ങനെയാണ് പറയുന്നത്. മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങൾ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഡം ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യ്ക്കാനും മൂടൽ മഞ്ഞ് കൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നു. അഘോരികൾക്ക് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞു കേൾക്കാം. ഇവർ ആരെയും അനുഗ്രഹിക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ്. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആഞ്ഞു കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ മിക്കവർക്കും അറിയാമെന്നും വായുമൊഴി പ്രചാരവുമുണ്ട്. ഏകാഗ്രമാക്കിയ മനസ്സിന്റെ അപാരമായ മന്ത്രസിദ്ധികളും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ എന്തും അഘോരികൾക്ക് സാധ്യമാണെന്നും പലരും സമർത്ഥിക്കുന്നുണ്ട്. അഘോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ്. അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് പ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധിയാണ് കൂടുതലുമുള്ളത്. ഇതൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? കാര്യമുണ്ട്. ഈ വാർത്തയിലെ വിഷയത്തിന് ആധാരം ഈ പറഞ്ഞ അഘോരികളാണ്. കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ അഘോരികൾ എത്തിയിരിക്കുകയാണ്. അഘോരികളെ അയച്ചതാരാണെന്നോ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും. യോഗിയാണ് തങ്ങളെ കേരളത്തിലേക്ക് അയച്ചതെന്ന് സന്യാസികൾ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇന്നലെ രാവിലെയാണ് UP രജിസ്ട്രേഷൻ കാറിൽ സന്യാസിമാർ കേരളത്തിലെത്തിയത്. മുൻ സീറ്റിൽ സർവത്ര ഭസ്മവുമായി ഒരു അഘോരി സന്യാസി. ഡ്രസ്സ് ധരിച്ചിട്ടില്ല. തൊട്ടു പിൻസീറ്റിൽ ഏതാനും സ്വാമിമാർ. മാധ്യമ പ്രവർത്തകർ കാര്യം ചോദിച്ചപ്പോൾ BJP MLA കാണാൻ വന്നതാണെന്നും യോഗി പറഞ്ഞിട്ട് വന്നതാണെന്നുമായിരുന്നു അവരുടെ മറുപടി. തിരുവനന്തപുരത്ത് BJP MLA ഇല്ലെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് സന്യാസിമാരിൽ ഒരാൾ പ്രമുഖ നേതാവിന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തു. യോഗി പറഞ്ഞിട്ടാണ് വരുന്നത്, ഇവിടെ BJP സീറ്റ് പിടിക്കുമെന്നായിരുന്നു സന്യാസികളുടെ മറുപടി. ഏതായാലും ഈ തവണത്തെ പ്രചരണത്തിന് തലസ്ഥാനത്ത് അഘോരികൾ ഇറങ്ങുമോ എന്നതാണ് ഇനി കേരളം കാത്തിരുന്ന് കാണാനിരിക്കുന്നത്.